കൊടും വഞ്ചനയുടെ കഥ മാത്രമേ ഓർക്കാൻ പറ്റൂ. ഉറപ്പിന്റെ കടമല്ലാതെ രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു കടയും തുറക്കാൻ സാധിക്കില്ല എന്ന് വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധി തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ? വളരെ വ്യക്തമാണ്. ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നാൽ പിണറായി വിജയനെതിരെ പ്രസംഗിക്കുക, പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കാറുള്ളത്. അവർ CPI-യുടെ CPM-ന്റെ ഈ പറയുന്ന MP-മാര് ഇനി രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കോ? തമിഴ്നാട്ടിലെത്തിയാൽ എന്താ അവസ്ഥ? പറ്റിച്ച് വഞ്ചിച്ച് കൊടും ചതി ചെയ്ത DMK-യോട് 22 സീറ്റുണ്ട്. DMK-ക്ക് അവർ ഔദ്യോഗികമായിട്ട് സഭയിൽ കത്ത് കൊടുത്തു, ഞങ്ങൾ ഈ കോൺഗ്രസിനൊപ്പമല്ല എന്ന്. ഇനി നേരെ ബംഗാളിലെത്തിയാൽ എന്താ അവസ്ഥ? ബംഗാളിലും വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമായിട്ട് തൃണമൂൽ കോൺഗ്രസ് ഭീകരതയാണ് എന്നവർ വിളിച്ചു പറഞ്ഞു രാഹുൽ ഗാന്ധി. അല്ലെങ്കിൽ യാതൊരു തെറ്റില്ല. പക്ഷെ പ്രതിപക്ഷ പ്രധാനപ്പെട്ട ഒരു സഖ്യമായി ഒരു കക്ഷിയാണ് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ്. അതായത് അവർക്ക് 29 സീറ്റുണ്ട്, സഭയിൽ 29 സീറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് നേരെ SP അഖിലേഷ് യാദവ് എന്താ അവസ്ഥ? ഈ കോൺഗ്രസ് ചെയ്തത് നെറുകേടാണെന്ന് പറഞ്ഞുകൊണ്ട് DMK-യുടെ സ്റ്റാലിനെയും അതേപോലെ തന്നെ ഈ പറയുന്ന മമതാ ബാനർജിയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. SP-ക്ക് 37 സീറ്റ്. ഇനി RJD-യുടെ അവസ്ഥ മത്സരിക്കുമ്പോ തന്നെ 11 സീറ്റ് തമ്മിലല്ല. ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വന്നത് മുതൽ RJD-യും രാഹുൽ ഗാന്ധിയുമായിട്ട് പ്രശ്നമില്ല. രാഹുൽ ഗാന്ധി പോകുന്നിടത്തുകൂടി സൈഡിൽ പറ്റിച്ചു പറ്റിച്ചോ പോലെ ഈ പറയുന്ന കോൺഗ്രസിന് 99 സീറ്റാ. ഈ 99-നെ മറികടക്കാൻ CPM, CPI, ഈ പറയുന്ന SP, RJD, ഈ പറയുന്ന മമതാ ബാനർജി, ഈ പറയുന്ന MK സ്റ്റാലിൻ ഇവർ ഒരുമിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് വലിയ സാധ്യതയെ കുറിച്ച് നാഷണൽ ലെവൽ നിരീക്ഷകരൊക്കെ തന്നെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു, ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഒറ്റപ്പെടാൻ പോവുകയാണ്, കോൺഗ്രസ് ഒറ്റപ്പെടാൻ പോവുകയാണ്. ഈ കോൺഗ്രസ് ഉത്തരേന്ത്യയിലൊക്കെ ഈ SP ഒക്കെ എതിര് നിന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ സകല മലയാളികളും തിരിച്ചറിയാം ഈ കോൺഗ്രസിനെ ആരാണ് ഇനി വിശ്വസിക്കാം. തിരഞ്ഞെടുപ്പ് സമയത്ത് ഒപ്പം നിന്നൊരു പരാജയം വെച്ചാൽ അടങ്ങി ഒതുങ്ങി നിൽക്കട്ടെ. അത് ചെയ്തിട്ടില്ല. റിസൾട്ട് വന്നതിന്റെ തൊട്ടു പിന്നാലെ TVക്കൊപ്പം ഓടിപ്പോയി. വളരെ ലളിതമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോട് ചോദിക്കാനില്ലേ? ഓപ്പറേഷൻ താമര, ഈ ചാക്കിട്ടപ്പെടുത്തം, കടത്തിക്കൊണ്ടുപോൽ എന്തൊക്കെയായിരുന്നു ഒരു BJP സർക്കാർ ഏതെങ്കിലും ഒരു ഘടകകക്ഷി വന്നു കഴിഞ്ഞാൽ വിളിച്ചു പറയാനുള്ളത്? ഇപ്പൊ നടൻ വിജയിക്കപ്പുറം കോൺഗ്രസ് പോയ സമയത്ത്, ഇടതുപക്ഷം പോയ സമയത്ത്, മുസ്ലിം ലീഗ് പോയ സമയത്ത് ഒരു ചാക്കിട്ടപ്പെടുത്തൂല, ഒരു ഓപ്പറേഷൻ താമരയിൽ ഒരു ഓപ്പറേഷൻ വിജയില്ല, ഒരു ഓപ്പറേഷൻ DVK-ഇല്ല. അത് വളരെ മതേതര ശൈലി എന്നൊക്കെ പറഞ്ഞ്, അത് സ്നേഹത്തിന്റെ കട എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ സംഭവമാക്കുക. അപ്പൊ BJP ഒരു സ്ഥലത്ത് എന്തെങ്കിലും രൂപീകരിക്കുമ്പോ ഭരണ സംവിധാനത്തിലേക്ക് എത്തുമ്പോഴേക്ക് വിളിച്ചോ ഓപ്പറേഷൻ താമര, ചാക്കിട്ടുപിടുത്തം, പഴച്ചാക്കൊയ്ക്കല്. അപ്പൊ ഇതിനൊരു പ്രശ്നമില്ല, ഇതൊന്നുമല്ല. ഇത് കൊടും ചതിയെന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? രാഹുൽ ഗാന്ധി DMK ചതിച്ചു, കൊടും ചതിയാണ് കോൺഗ്രസ് ചെയ്തതെന്ന് നിങ്ങൾ എവിടെയെങ്കിലും? ഈ റിസൾട്ട് വന്നതിന്റെ തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയും ടീമും ചാടി TVക്കൊപ്പം പോയി. രാജ്യത്ത് പ്രതിപക്ഷം ഇനി എങ്ങനെയാണ്, പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെയാണ് ഈ കോൺഗ്രസിനെ വിശ്വസിക്കുക? ഒരു ബോധമുള്ള ഒരു പാർട്ടി ലീഡേഴ്സ് ഈ രാഹുൽ ഗാന്ധി വിശ്വസിക്കോ? അഖിലേഷ് യാദവിനെ എങ്ങനെ വിശ്വസിക്കാം? ഉത്തർപ്രദേശിൽ മത്സരം നടന്ന് ഇവർ ഒറ്റക്കെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം കാര്യം നോക്കി കോൺഗ്രസ് പോകുന്നത് ഉറപ്പല്ലേ? അപ്പൊ ഈ അഖിലേഷ് യാദവ് എത്ര സീറ്റ് കോൺഗ്രസിന് മത്സരിക്കാൻ കൊടുക്കും? ഇനി രാജ്യത്ത് വരാൻ പോകുന്നത് തകർന്ന് തരിപ്പണമാവുന്ന കോൺഗ്രസ് ആണ്. ഇപ്പം തന്നെ തകർന്ന് തരിപ്പണ. ആ കോൺഗ്രസ് ഇനിയും രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരങ്ങൾ കാരണം, രാഹുൽ ഗാന്ധിയുടെ കൊടുംചതി കാരണം ഇനിയും തകർന്ന് തരിപ്പണാവുക. ഒരു കേരളവും പൊക്കിപ്പിടിച്ച് ഈ രാജ്യത്ത് ഒരു കുഞ്ഞാനാവുക. അതൊരു യാഥാർത്ഥ്യ. ഈ പറയുന്ന ഈ കേരളത്തിൽ ആകെ MP മാത്രമേ BJPക്കുള്ളൂ. രാജ്യം ഭരിക്കുന്നത് 3ാം തവണയും BJP ആണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. രാഹുൽ ഗാന്ധിയാണ് എല്ലാ സ്ഥലങ്ങളിലും പോവുക, കൊടുംചതി ചെയ്യുക. പ്രതിപക്ഷ ഈ മോദിയെ സംബന്ധിച്ച് ബംഗാളെ മങ്കേശാലിനെ സംബന്ധിച്ച് തമിഴ്നാട്, അഖിലേഷ് യാദവിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശ്, അവിടെയൊക്കെ പോയിട്ട് കോൺഗ്രസ് കൊളാക്കുക. ഈ രാഹുൽ ഗാന്ധി കൊളാക്കും. ഈ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ओए अगर दुकान का किराया नहीं दिया जा रहा है तो मेरी दुकान तुरंत खाली कर और यहाँ से बाहर निकल।